ഹായ് ഫ്രണ്ട്സ്, ഐഡിയ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജനറലായിട്ടൊരു ടോപ്പിക്കാണ് പറയുന്നത്. റീസൺ ടു സ്റ്റഡി സോഷ്യൽ വർക്ക് ഇൻ 2020. ആക്ച്വലി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് MSW എടുത്തു എന്നതിൻ്റെ റീസണാണ്. ബിക്കോസ് വി ക്യാൻ വർക്ക് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ, ലിസൺ ടു ദ സ്റ്റോറി ആൻഡ് മേക്ക് പോസിറ്റീവ് സോഷ്യൽ ഇമ്പാക്റ്റ്. ഇതായിരുന്നു എൻ്റെ ഒരു റീസൺ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് സം വൺ ഹു കാൺ ബി ഹേർഡ് നീഡ് എ വോയിസ്. ഇപ്പോൾ ഒരാളുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കാൻ തന്നെ ഒരാളെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എന്തായാലും ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ദ ഫസ്റ്റ് തിങ് ഇസ് സോഷ്യൽ വർക്ക് ഈസ് ഓൾ അബൌട്ട് ദ പീപ്പിൾ ആൻഡ് ചേഞ്ച് ദ വേൾഡ്. ഞാനിത് വായിച്ചിട്ട് അതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറയാം കേട്ടോ. Social workers change the world one human at a time. These include poverty, addictions, unemployment, disability, abuse, mental illness, and many others. Social work also places a strong emphasis on the social justice and equality. Social work degrees not only focus on supporting people but on training and cooperating with them in an effort to change their environment and to create a better living condition. Social workers help community members to develop new skills or improve existing one, which changes people's mindset and encourages them to embrace a proactive attitudes. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡിൽ. ഞാൻ വായിച്ചിട്ട് പറയണോ അല്ലെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണമെന്നുള്ളത്. എന്തായാലും ഈ എപ്പിസോഡ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാവുന്നതാണ്. ഇതിലിപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ലൈക്ക് പോവർട്ടി, അഡിക്ഷൻസ്, അൺഎംപ്ലോയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ വർക്കൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരു വേൾഡിന് മാത്രമല്ല, ഒരു വ്യക്തിൻ്റെ ലൈഫിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. നെക്സ്റ്റ് നോക്കാം. പിന്നെയെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു MSWയുടെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൈവേഴ്സ് സോഷ്യൽ വർക്ക് ഡിഗ്രി സ്പെഷ്യലൈസേഷൻ ആണ്. ദർ ആർ സോ മെനി ഓപ്ഷൻസ് ദാറ്റ് യു ക്യാൻ ചൂസ് വേർ യു വാണ്ട് ടു വർക്ക് ആൻഡ് ദ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ യു വാണ്ട് ടു സെർവ്. ആൻഡ് ഇറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമുക്ക് ഒരുപാട് ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ചൈൽഡ് വെൽഫെയറിൽ വർക്ക് ചെയ്യാം, ഫാമിലിയിൽ വർക്ക് ചെയ്യാം, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ പോലെ HR സെക്ഷനിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് HR വർക്ക് ചെയ്യാം. സോ നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും അതിൽ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ട് പലർക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ കുറേ തരം നമുക്കൊരു ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് MSW. അതുകൊണ്ടാണ് അതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ആക്ച്വലി എബ്രോഡാണ്, കാനഡ, US ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉള്ളത്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. ആക്ച്വലി സോഷ്യൽ വർക്ക് ക്യാൻ ബി, അതായത് ഞാൻ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണിത്. സോഷ്യൽ വർക്ക് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 large categories, each requiring different degrees and skills. Direct practice social work, അതായത് you only need a bachelor degree in social work, that is BSW, to practice it. You will work directly with the people and the communities, children and families in field like healthcare, child safety, education, etc. Clinical social work requires master degree in social work, that is MSW, because it involves more advanced knowledge and techniques and allow you to diagnose and treat mental illness as well as substance abuse and addictions. And you will need thousands of hours of supervised experiences before you get the license. Macro social work doesn't normally involve work directly with vulnerable people. You will be collaborating with governments and other public and private institutions to change the policies and implement new programs. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് നമുക്ക് ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ചിൽഡ്രൻസ് ഫാമിലീസും അതുപോലെ ഹെൽത്ത് കെയർ, ചൈൽഡ് സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് BSW മതി കേട്ടോ. ഇപ്പോൾ +2 കഴിഞ്ഞ ഒരാൾക്ക് ഡിഗ്രി കോഴ്സിന് ചേരുന്ന സമയത്ത് നമുക്ക് BSW എടുക്കാവുന്നതാണ്. ലൈക്ക് നമുക്കൊരു സോഷ്യൽ വർക്കർ ആയി മാറണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ MSW എടുത്താലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കുറച്ചൊരു നല്ലൊരു സെക്ഷനിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ലൈക്ക് ദ മെൻ്റൽ ഇൽനെസ് ആസ് വെൽ ആസ് സബ്സ്റ്റൻസ് അബ്യൂസസ് ആൻഡ് അഡിക്ഷൻസ്, അതാണ് ഇപ്പം കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് സൊസൈറ്റിയിൽ യങ്സ്റ്ററിൻ്റെ അടുത്ത് പോലെ. ഞാനത് മുന്നേത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാക്രോ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ അത് പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിൻ്റെ അണ്ടറിൽ നമ്മൾ ജോലി ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നോക്കാം.
പിന്നെ എവ്രിബഡി ഈസ് ലുക്കിംഗ് ഫോർ എ ഗുഡ് സോഷ്യൽ വർക്കർ. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോഷ്യൽ വർക്കറിന് ആവശ്യമുള്ള സമയമാണ്. ലൈക്ക് ഇപ്പോഴത്തെ നമ്മുടെ വേൾഡിൻ്റെ സ്ഥിതി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാൻഡമിക് അല്ലെങ്കിൽ പിന്നെ ഫ്ലഡ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുവാണ്. അപ്പോൾ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിനെയും ആവശ്യമുള്ള ടൈമാണ്. സോ അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോബിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ആൾക്കാർക്കും കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ട് അതായത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ ആവണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വഴി സോഷ്യൽ എഡ്യൂക്കേഷൻസ് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എവ്രിബഡി ഈസ് ലുക്കിംഗ് ഫോർ എ ഗുഡ് സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദർ ഈസ് എ ഹൈ ഡിമാൻഡ് ഫോർ സോഷ്യൽ വർക്കർ ടു. ഇൻ 2016 the US had over 680,000 trained clinical social worker and most of whom specialized in helping children and family. They predicted that by 2026 the need for the clinical social worker in healthcare will increase by 20% and the need for substance abuse social worker will grow by 19%. ഇതാണ് ഒരു എന്താ പറയണ്ടേ ഒരു സർവേ റിപ്പോർട്ടാണിത്. ലൈക്ക് US 6,80,000 ട്രെയിൻഡ് സോഷ്യൽ വർക്കർ ഉണ്ട് ഇൻ 2016. പക്ഷേ 2026 ആകുമ്പോഴത്തേക്ക് 20% ഇൻക്രീസ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ അകത്തും അതുപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് സോഷ്യൽ വർക്കറിൻ്റെ അകത്ത് 19% ഇൻക്രീസ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇഷ്ടമുള്ള ആൾക്കാർ സോഷ്യൽ വർക്കിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി എന്തായാലും ഒന്നുകിൽ MSW അല്ലെങ്കിൽ BSW. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സർട്ടിഫൈഡ് കോഴ്സസ് ഇൻ സർട്ടിഫൈഡ് കോഴ്സസ് ദാറ്റ് IGNOU പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് 6 മാസം കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും സ്പെഷ്യലൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീട്ടിൽ ചുമ്മാ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു സർട്ടിഫൈഡ് കോഴ്സ് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. വേറൊരു ജോലിയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫൈഡ് കോഴ്സ് കയ്യിലിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ ആ വീഡിയോയുടെ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടിംഗ് സാലറി. അത് ഗ്രേറ്റ് സ്റ്റാർട്ടിംഗ് സാലറി ആണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് MSW എന്ന് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ വർക്കും സോഷ്യൽ സർവീസും ഒന്നാണ് എന്നുള്ളത്. പക്ഷേ ദാറ്റ് ഈസ് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് ഇത് സാലറിയോട് കൂടിയിട്ട് തന്നെ നല്ല ഹൈ സാലറിയോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. പക്ഷേ എനിക്ക് ഉള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ സാലറി മാത്രം കണ്ടിട്ട് ഒരു സോഷ്യൽ വർക്കർ ആവാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ്. ബിക്കോസ് സൊസൈറ്റിയിൽ നമുക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സാലറി കിട്ടും. പക്ഷേ നല്ല ഒരു ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയോട് കൂടിയിട്ട് ഒരു വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ നല്ലൊരു സോഷ്യൽ വർക്കർ ആകണം എന്ന ആഗ്രഹം കൊണ്ട് സോഷ്യൽ വർക്കർ ആകുവാണെന്നുണ്ടെങ്കിൽ യു വിൽ ബിക്കം ഒരു നല്ലൊരു വർക്കറായിട്ട് നമുക്ക് വേൾഡിന് തന്നെ ഒരു സൊസൈറ്റിക്ക് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിത് നോക്കാം. ഗ്രേറ്റ് സ്റ്റാർട്ടിംഗ് സാലറി. The average starting salary for social worker is about $55 to $83 per year. With an MSW, that number will likely rise. Salaries with an MSW ranges from $34,000 to over $110,000 per year. While the salary vary by specializations and geography, MSW graduates have bright career prospect and increased salary potential. Next poem. ഇതിൻ്റെ ഒരു MSW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിലർക്കുള്ള ഡൗട്ടുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ, അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി IGNOയിൽ MSW കഴിഞ്ഞതാണ്. എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതും ഡിസ്റ്റൻസ് ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്. ഏത് IGNOU യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. 90 days 45 days 45 days 2 ഇയറിനും കൂടി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞ റെഗുലർ സ്റ്റുഡൻസിനെ പോലെ തന്നെ ആയിരിക്കും. ലൈക്ക് എല്ലാ കാര്യങ്ങളും സ്പെഷ്യലൈസ് ചെയ്യേണ്ട കേസ് വർക്ക് എടുത്തിട്ടും ഗ്രൂപ്പ് വർക്ക് എടുത്തിട്ടും കമ്മ്യൂണിറ്റി വർക്കൊക്കെ എടുത്തിട്ടും നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങി ചെന്നിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. സോ നമ്മൾ തിയറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതായത് IGNOയിൽ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ ഏത് ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീനെ കുറിച്ചിട്ട് അറിയത്തില്ല. ലൈക്ക് ഞാൻ IGNOU ആണ് ചെയ്തത്. പക്ഷേ എനിക്ക് IGNOU നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇടുന്നത്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് യു ക്യാൻ സ്റ്റഡി ഓൺലൈൻ. പിന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ് ഓഫർ സോഷ്യൽ വർക്ക് ഡിഗ്രി ഇന്ത്യ. ഇത് ആക്ച്വലി ഞാൻ ബോൾഡിൽ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അഫോർഡബിൾ ട്യൂഷൻ ഫീ കോസ്റ്റ് ഫോർ ദ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ആൻഡ് യു ഡോണ്ട് നീഡ് എ ബാച്ചിലേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ടു അപ്ലൈ ഫോർ മാസ്റ്റേഴ്സ്.
ഇതാണ് വേറൊരു കാര്യം. ലൈക്ക് എല്ലാവരും കരുതും നമ്മുടെ BSW കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ MSW ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. എനി ബാച്ചിലർ ഡിഗ്രി ഫ്രം എൻ അക്രഡിറ്റഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ allow you to apply for a master program in social work. Every university or college will have its own admission requirement, but these are the most common one. Bachelor degree for an accredited institution and minimum percentage ഉണ്ട്. പിന്നെ ഗ്രേറ്റ് സോഷ്യൽ വർക്ക് കാരിയർ ടു ചൂസ് ഫ്രം. Social work graduate can work in the variety of field, either for government and state institution or for private organizations like NGO. Graduate with a bachelor in social work can find jobs as, അതായത് ബാച്ചിലർ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. The case manager support people by offering them advice and helping them discover the services and help them they need in order to overcome difficult situations. Case manager also track people progress and make sure they follow recovery plans. അവരുടെ ആവറേജ് സാലറി ആണ് $45,000 per year. And patient care coordinator work with medical facilities and make sure that they are able to provide top quality medical care for their patients. And their work involve collaborating with the administration and other staff members. Some patients care coordinator are registered nurse, but this is not mandatory. Average salary is $29,000 per year ആണ് അവരുടേത് പേഷ്യൻ്റ് കെയർ കോർഡിനേറ്ററിൻ്റെത്. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് ആസ് ആൻ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ ആൻഡ് ദ ഹെൽത്ത് സർവീസസ്. ദ ഗോൾ ഈസ് ടു ഫെസിലിറ്റേറ്റ് ദ പീപ്പിൾസ് access to these services to improve their overall quality and to improve the community members about the available programs, rights, etc. Average salary $43,000 per year ആണ്. പിന്നെ BSW ഗ്രാജുവേറ്റ് ക്യാൻ ഓൾസോ ഫൈൻഡ് ജോബ്സ് ആറ്റ് ബിഹേവിയറൽ മാനേജ്മെൻറ്റ് എയ്ഡ്, പിന്നെ അതുപോലെ കേസ് മാനേജ്മെൻറ്റ് എയ്ഡ്സ്, പിന്നെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് വർക്കർ, എലിജിബിലിറ്റി വർക്കർ ആൻഡ് ഹ്യൂമൻ സർവീസ് സ്പെഷ്യലിസ്റ്റ്. ഇതൊക്കെയാണ് നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞാൽ കൂടിയും നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീൽഡ് ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ ഫിനിഷ്, അതായത് ആർക്കെങ്കിലും അതായത് MSW സോഷ്യൽ വർക്കർ ആകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇതൊന്നും അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടി ഇഫ് യു ആർ സ്റ്റിൽ അൺഷുവർ ഇഫ് സോഷ്യൽ വർക്ക് ഈസ് എ റൈറ്റ് ഡിഗ്രി, അത് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഗ്രി നല്ലതല്ല എന്ന് തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് വോളണ്ടിയർ ആയിട്ട് കുറച്ച് നാളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ആ ജോബിൻ്റെ ഒരു എന്താ പറയുക പോസിറ്റീവ് സൈഡ് ആൻഡ് ബെനിഫിറ്റ് എത്രമാത്രം എൻജോയ് ചെയ്തിട്ടായിരിക്കും ആ ജോബ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ ട്രൈ ബിഫോർ യു ജോയിൻ. ഇഫ് യു സ്റ്റിൽ അൺഷുവർ ഇഫ് ദ സോഷ്യൽ വർക്ക് ഈസ് എ റൈറ്റ് ഡിഗ്രി ഫോർ യു, one of the best ways to find is to volunteer. It offers you the opportunity to work with the individual and communities and place the need above their own. If volunteering is a pleasant and rewarding experiences for you, that's a good sign that you might also enjoy career in social work. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് ഇടണം എന്നുള്ളത് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത്. പിന്നെ 2-3 കമൻറ്റ് കണ്ടു, നമുക്ക് ഔട്ട്സൈഡിൽ കാരിയർ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഇഗ്നോയിൽ സ്പെഷ്യലി MSW എടുത്താൽ അങ്ങനെയുള്ളത് അത് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ട് സോഷ്യൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്തായാലും. പിന്നെ ബെൽ ബട്ടൺ അമർത്തണം, അപ്പോൾ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ 2 കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന്, MSWയുടെ അതായത് ഇഗ്നോയിൽ കോഴ്സ് എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ സബ്ജക്റ്റുമായിട്ടൊരു ഫ്രണ്ട്ലി ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് വൈസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഇങ്ങനൊരു ചാനൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ കുറേ ആൾക്കാർ ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടും മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടുന്നത്. എന്തായാലും വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻസും തീർച്ചയായിട്ടും ഇടുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ റിപ്ലൈ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിൽ വരെയും ബൈ.